കുണ്ടൻ ചത്തു. ആ ഒരു ലെവലേ ഉള്ളൂ. ഒരു മനുഷ്യരെന്നുള്ളൊരു പരിഗണനയില്ല ഒരാൾക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കരഞ്ഞു പോവും. അവിടെ ഞാൻ കുണ്ടനാ, എനിക്കവിടെ കയറാൻ പറ്റത്തില്ല. ഞാൻ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? എന്റെ തെറ്റുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചേ, അല്ല മനുഷ്യരുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്? അല്ല, 36 രാജ്യങ്ങളിൽ ഈ മയിലെന്ന് പറഞ്ഞ സംഭവം അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ തെറി പറഞ്ഞു പോകുന്നതാ, എനിക്ക് അറിയത്തില്ല. എന്റെ കൺട്രോൾ പോയിട്ട് പറയണേ, ഞാൻ എങ്ങനെ ജീവിക്കും? ഒരു അൺക്ലെയിംഡ് ബോഡിയായി മനുഷ്യരുടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ തരത്തി തന്നേനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പാടെങ്കിലും ചാവും. എനിക്ക് ഇഷ്ടമില്ല ഇവിടെ ജീവിക്കാൻ. കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ കൊടുക്കാൻ ശരിക്കും പറ്റിയില്ല. അതവസ്ഥ. ഒരു തെരുവ് നായ്ക്ക് പോലും ഇതിലും അധികം റെസ്പെക്റ്റ് ഉണ്ട്. ഒരു 12 വയസ്സ് തൊട്ട് അനുഭവിക്കാൻ തുടങ്ങി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. എൻ്റെ 19 വയസ്സ് തൊട്ട് മനുഷ്യരുടെ കൂടെ ജീവിക്കണേ. എൻ്റെ അമ്മയായിട്ടും എൻ്റെ അപ്പനായിട്ടും എൻ്റെ ചേട്ടായായിട്ടും എൻ്റെ ഹസ്ബൻഡായിട്ടും എല്ലാം നിന്നുകൊണ്ടിരുന്ന എൻ്റെ ചേട്ടായ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെന്ന് വെച്ചാൽ എൻ്റെ മനുഷ്യട്ടനെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അപ്പനായാലും അമ്മയായാലും എല്ലാവർക്കും അറിയണം ഞാൻ മനുവിനെ തള്ളിയിട്ട് കൊന്നു. അതെ, ഞാൻ തള്ളിയിട്ട് കൊന്നത് തന്നെയാണ്. നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ തെളിയിക്കും. മനുഷ്യരുടെ ഒരിക്കലും ഒരു ഗേ ആണെന്നുള്ളവരെ എനിക്കറിയില്ല. ഞാൻ ഒരു ഗേ ആണെന്നുള്ളവരെ മനുഷ്യട്ടയ്ക്ക് അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. എന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. എൻ്റെ ചേട്ടയുടെ ചാരം പോലും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക്. പിന്നെ എന്താ കാര്യം? മനുഷ്യനെ മരിച്ചിട്ട് 3ാമത്തെ മാസമാവുക. പക്ഷെ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു അതാണ്. അപ്പം അതില്ലാതെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് എപ്പോഴും നമുക്ക് തരുന്ന ഒരാളാണ്. അപ്പം അത് നാച്ചുറലായിട്ട് തന്നാന്നുള്ളവരെ തന്നെ ഞാൻ ഉദ്ദേശിച്ചു. ഒരു ഗേ വിവാഹം ചെയ്തുകൊണ്ട് ഒരിക്കലും എന്നെ പള്ളിയിൽ അംഗീകരിക്കുകയില്ലായിരിക്കും, എന്നെ പള്ളിയിൽ അടക്കുകയില്ലായിരിക്കും. അത് ഉറപ്പാണ്. മനുഷ്യട്ടാ എല്ലായിരുന്നു പോകേണ്ട, ഞാനായിരുന്നു പോകേണ്ട. കാര്യം ഇപ്പം ഭൂമി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യം എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട. സ്വന്തം അനിയും ചോദിച്ചാണ് ഇനിയെപ്പോൾ എൻ്റെ 2ാമത്തെ കല്യാണം എന്നുള്ള കാര്യം. കല്യാണം വരെ എത്തി, അത് മതി, എനിക്ക് പറയാൻ പറ്റണില്ല. കുഞ്ഞിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളുടെ കുഞ്ഞിനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി മുൻപിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നു പുള്ളിക്കാരെ, അതുകൊണ്ട് ചേച്ചി എന്ന് വിളിക്കുന്നു. നല്ലൊരു സപ്പോർട്ടായിട്ട് പുള്ളിക്കാരെ വന്നിട്ടുണ്ട്. എന്നോടൊപ്പം ഉള്ളത് ഇന്ന് ജെബിനാണ്. നമസ്കാരം ജെബിൻ. ഇച്ഛ മരിച്ചിട്ട് 3 മാസം. 3 മാസമാവും. ഒന്നിച്ച് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ടൈം മുതൽ, അതായത് മരണസമയവും എല്ലാം നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ നിരന്തരം എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് എല്ലാം നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജെബിനെ ഞാൻ കുറേ തവണ വിളിച്ചത്, എന്താണ്, സ്റ്റേബിൾ ആണോ, എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ജെബിനാണ് എനിക്കൊരു സജഷൻ തന്നാൽ, ചേച്ചി എനിക്ക് മീഡിയയോടാണ് സംസാരിക്കേണ്ടത്. അതെന്താണ് ജെബിൻ അങ്ങനെ എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കണം, അത് മീഡിയയിൽ കൂടി ആവണം എന്നുള്ളത്? മറ്റൊന്നുമല്ല. കാര്യം വെച്ചാൽ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തോടെ ഇപ്പം കടന്നു പോകുന്നത്. ഈ 4-ാം തീയതി ആകുമ്പോഴത്തേന് മനുഷ്യനെ മരിച്ചിട്ട് 3ാമത്തെ മാസമാവുക. പക്ഷെ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു അതാണ്. കാര്യം പൊതുസമൂഹത്തിലേക്ക് പോലും ഇറങ്ങാൻ പറ്റത്തില്ലാത്തൊരു സംഭവമാണ്. ആൾക്കാരുടെ നോട്ടം നമുക്ക് എങ്ങനെ വേണം നമുക്ക് മാനേജ് ചെയ്ത് നമുക്ക് പോകാം. മറ്റുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഈവൻ ഫോൺ കോൾ ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് വരുന്ന മെസ്സേജസും കാര്യങ്ങളാണെങ്കിലും അത്രയും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഞാൻ മനുഷ്യനെ കൊന്നുള്ള ലെവലിലാണ് ഇപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ പറയട്ടെ, നമുക്ക് ആൾക്കാരെ എന്തായാലും ഇത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ നിയമമുണ്ട്, കാര്യങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു തെറ്റുകാരനായിരുന്നുവെങ്കിൽ ഓൾറെഡി ഇപ്പം എന്നെ 3 മാസമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പം അതുപോലും ചിന്തിക്കാനില്ലാത്ത സമൂഹമാണ് ചുറ്റിനും നിൽക്കുന്നത്. അതായത് നമ്മളെ കൂടിയിട്ടിട്ട് ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു മനു വീഴുന്നത് ഫെബ്രുവരി 2-ാം തീയതി. അപ്പോഴൊന്നും ആരും അറിയുന്നില്ല. മാധ്യമങ്ങളിൽ കൂടെ പിന്നീട് 3-ാം തീയതി മരണം അറിഞ്ഞതിന് ശേഷം ബോഡി വിട്ട് കിട്ടുന്നതുമായിട്ടുള്ള ചില പ്രശ്നം. 2-ാം തീയതി അറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു മാധ്യമങ്ങൾ. ആരെങ്കിലും ആരൊക്കെയോ പറഞ്ഞു തുടങ്ങി. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ ഹോസ്പിറ്റലാണ് ആ സമയത്ത്. എനിക്ക് തോന്നുന്നത് 2-ാം തീയതി നൈറ്റ് ഇത് സംഭവം ഉണ്ടാകുന്നു. ചേട്ടാ ബിൽഡിങ്ങിൽ നിന്ന് വീണെന്ന് അറിയുന്നു. ഞാൻ താഴെ ചെന്ന് കാണുമ്പോഴത്തേന് ചേട്ടാനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ. കുറേന്ന് വെച്ചാൽ അപ്പാർട്ട്മെന്റുള്ള എനിക്ക് തോന്നുന്നു ഒരു 10-30-40 പേരുണ്ട് അതിന് ചുറ്റിലും. ഞാൻ ഇൻറപ്റ്റ് ചെയ്യുന്നതല്ല, ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ജെബിന് പറയാൻ പറ്റും? ഇപ്പം പറയുവാണെങ്കിൽ ഞാൻ ഒരാളല്ല അവിടെ ഉള്ളത്. ഞാൻ, എൻ്റെ അനിയൻ, മനുഷ്യട്ടായി, ഞങ്ങൾ 3 പേര് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓൾറെഡി 2 പൂച്ചക്കുഞ്ഞുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ആര് വെളിയിൽ പോയാലും, കാര്യം ഇത് നിങ്ങൾ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി അപ്പാർട്ട്മെൻറ്റ് ചുറ്റിനും ഓടും. അതിപ്പോൾ നൈറ്റ് ആണെങ്കിലും ഞങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഈ രാത്രി പോലും തിരഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അന്ന് നൈറ്റ് ഇതുപോലെ ചേട്ടാ എനിക്കൊന്ന് വേസ്റ്റ് കളയാൻ വേണ്ടി പോകാൻ തോന്നി ചേട്ടാ. എനിക്കറിയില്ല എന്തിനാ പോയെന്നുള്ള റീസൺ എനിക്കറിയില്ല. ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ കയറിയത് എന്തിനാന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നിയേക്കുന്ന ഒരു കാര്യം. മീൻസ് എനിക്ക് പേഴ്സണലി ഡൗട്ട് തോന്നിയേക്കുന്നത്. മനുഷ്യട്ടായി സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ സ്മോക്ക് ചെയ്യാനോ അങ്ങനത്തെ ഉള്ള ഒരു പരിപാടിയും ഞാൻ സമ്മതിക്കത്തില്ല. അത് എല്ലാവർക്കും അറിയാം കേട്ടോ. കാര്യം ഞാനൊരു OCD-യുടെ കുറച്ച് പ്രശ്നമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ എനിക്ക് എൻ്റെ ഒരു പ്രശ്നം. അത് മനുഷ്യട്ടയ്ക്ക് അറിയാം. അപ്പം മനുഷ്യട്ട എന്താ വെച്ചാൽ എന്തുണ്ടെങ്കിലും വെളിയിൽ പോയിട്ട് സിഗരറ്റ് വലിക്കുകയാണെങ്കിലും പോകുള്ളൂ. അന്ന് രാവിലെ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഉച്ചയായപ്പോൾ തന്നെ പോയി ഫുഡ് കഴിച്ചു. അനിയന് ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചു.
അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈവനിങ് പള്ളിയിൽ പോയി, ഞാൻ നമ്മുടെ സോഷ്യൽ പള്ളിയിൽ പോയി. സോഷ്യൽ പള്ളിയിൽ തിരിച്ചു പോയിട്ട് വന്നിട്ട് ഞാൻ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് പതിവില്ലാതെ എടാ കപ്പളങ്ങാപ്പഴം ഇരിപ്പുണ്ട്, കപ്പളങ്ങാപ്പഴം മുറിച്ച് തിന്നാന്നൊക്കെ പറഞ്ഞ് കപ്പളങ്ങാപ്പഴമൊക്കെ ഞങ്ങൾ മുറിച്ച് തിന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകും. കാര്യം ഞങ്ങൾ തലേ ദിവസം 12 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് അപ്പാർട്ട്മെൻറ്റെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല അന്നത്തെ ദിവസം. ഞാൻ ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ കയറി കിടക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ സാധാ പതിവില്ലാതെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് തരുന്ന ഒരാളാണ്, അപ്പോൾ നാച്ചുറലായിട്ട് തന്നാന്നുള്ള കാര്യം തന്നെ ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ കയറി കിടന്ന് ഉറങ്ങി. എനിക്ക് തോന്നുന്നു 1 മണിയൊക്കെ കഴിഞ്ഞ് 1:15 ആയപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഡോറിനിട്ട് വന്ന് എല്ലാവരും ഇടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചാക്കോച്ചി എന്നെ വേണ്ടി വിളിക്കുന്നുണ്ട്. ചാക്കോ എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞ് മഞ്ചേടെ വീണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ചേടെ വീണ് കിടക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സാരഥി ഷുഗറും പ്രഷറും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം വന്ന് താന്നു പോകുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വീണ് കിടക്കുന്നത്. ഞാൻ ഒരു പ്രതീക്ഷയിൽ ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡോറ് തുറന്നു തരുന്നത് ഇത് ഞങ്ങളുടെ തൊട്ട് താഴെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ വേണ്ടി ഡോറ് തുറന്നു തരികയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഞാൻ പോയി കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ മഞ്ചേട്ടനെ ഇങ്ങനെ താങ്ങി ഒരാളിങ്ങനെ പിടിച്ച് വെച്ചേക്കുവാണ്. മഞ്ചേട്ടൻ നല്ലപോലെ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്നാ മഞ്ചേട്ടാ പറ്റിയ ഒരാൾക്കാർ എന്നോട് ഒന്നും മിണ്ടണില്ല. ഞാൻ ഇങ്ങനെ കാറോ കിടന്നു ചെയ്യുന്നത്, കാര്യം എനിക്ക് എന്നെ ചെയ്യണമെന്നറിയില്ല. ഞങ്ങൾക്ക് മഞ്ചേട്ടൻ ചെവിക്കകത്തോടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ പിന്നെ താടിയിൽ ഒഴുകുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ച് വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ ആൾക്കാരും എന്നോടൊന്നും മിണ്ടണമില്ല, ആരും എന്നോടൊന്നും പറയണില്ല. ഇപ്പം ഷെമീറിയേട്ട നമ്മുടെ കടയുടെ ഷെമീറിയേട്ടൊക്കെ വന്നു. ഇവരാണ് ആംബുലൻസ് പിടിച്ചു തന്നതെന്നൊക്കെ പറയണത്. അപ്പോൾ ഇവരെടുത്തിട്ട് ആംബുലൻസ് കയറ്റി തന്നു. അപ്പോൾ ഞാൻ കരുതി ഇവരാരെങ്കിലും ഒക്കെ വരും എന്നുള്ള കാര്യം. ആരും വരണില്ല. ഞാനെടുത്ത് ഒറ്റയ്ക്ക് കൊണ്ടുപോവുക. ആ വീണ് കിടക്കുമ്പോൾ ഞാൻ ആയ്മ വിളിക്കുന്നത് എൻ്റെ അമ്മേനെയും ജോജോ എന്ന് പറഞ്ഞ ചേട്ടനാണ്, മനുഷ്യൻ്റെ ചേട്ടൻ. ഞാൻ വിളിച്ച് പറയുമ്പോഴത്തേന് ആദ്യമേ ഒരു 5 കോൾ 6 കോളൊന്നും ജോജോയുടെ എടുത്തിട്ടില്ല. ഒരു 7ാമത്തെ കോൾ 8ാമത്തെ കോൾ ഞാൻ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ചേട്ടൻ ഫോൺ എടുക്കുന്നു. ഞാൻ എടുത്തിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഓക്കെ മോനെ ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ കോളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ പറ്റുക. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, എനിക്ക് ഇത്ര അറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. ചുറ്റും നിൽക്കുന്ന കുറേ ആൾക്കാർ പറഞ്ഞു നമുക്കിവിടെ ഇപ്പം നിർത്തിയിട്ട് കാര്യമില്ല, നമുക്ക് ഒന്നെങ്കിലും ഏതെങ്കിലും നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, കാര്യം സിറ്റുവേഷൻ. അപ്പം മനുഷ്യരുടെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്, എന്നുള്ള സൗണ്ട് വെക്കുന്നുണ്ട്. എന്താ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ ഷാൻചേട്ടനെ വിളിക്കുന്നു. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള തന്നെ ഷാൻചേട്ടനെ വിളിച്ചു. പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് ആംബുലൻസ് കയറിയിട്ടില്ല, ഇവിടെ നേരെ എടുത്ത് ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ആംബുലൻസ് കയറിയപ്പോഴത്തേക്കും മനസ്സിലായായിരുന്നു മേളിൽ നിന്ന് വീണതാണെന്ന്. എന്നോട് പറഞ്ഞു, ആൾക്കാരെല്ലാം പറഞ്ഞു. അതായത് 2 കൂട്ടുകാരന്മാരെ കണ്ടോണ്ട് നിൽക്കുകയാണ് മനുഷ്യരുടെ നേരെ മണ്ടേന്ന് താഴെ വന്ന് വീഴുന്നത്. ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റി ചെന്നൊരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആദ്യമേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്നുള്ള ലെവലാണ് പറഞ്ഞത്. പക്ഷേ വീണ്ടും വേറെ എന്തൊക്കെയോ ചെയ്തു, എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യുന്നുള്ള കാര്യം. അവരവിടെ ചെന്ന് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ബ്ലഡ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട് എല്ലായിടത്തും കൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബോഡി ഇങ്ങനെ എന്നാ പാരലൈസ്ഡ് ആയിട്ട് കിടക്കും, എങ്കിലും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുത്തിയിരുന്ന് വിളിക്കുക വീട്ടുകാരെ. കാര്യം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ലീഗലി. എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെന്ന് പറഞ്ഞ് സൈൻ ചെയ്യും, കാര്യം വീട്ടുകാരുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവളെ നിസ്സഹായനാണ്. ഞാൻ വിളിക്കാൻ പറ്റുന്ന അത്രയും വിളിച്ചു. അന്നത്തെ ദിവസം രാവിലെ ആയി. അപ്പോൾ ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞു, 5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇനി മനുഷ്യനക്കില്ല. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ അവിടെ ഒരു മൂലയിലൊരു ചെയറിലിരിക്കുകയാണ്. പിന്നെ ആൾക്കാരൊക്കെ എവിടെ നിന്നൊക്കെയോ വന്നു, ഇവരോടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ അറിയുന്ന എപ്പോഴാന്ന് വെച്ചാൽ മനുഷ്യരുടെ സത്യം പറഞ്ഞാൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ കഴിയുന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് ഒരു 2 ദിവസം ശേഷമാണ്. 2 ദിവസം വെന്റിലേറ്റർ 2 ദിവസം വെന്റിലേറ്റർ കിടന്നു. പിന്നെ 2 ദിവസം അല്ലാതെ മോർച്ചറിയിലും കിടന്നു. 4-ാം തീയതി രാത്രി 11:14 ചേട്ടൻ മരിക്കുന്നത്. ഹോസ്പിറ്റലായിരുന്നപ്പോഴൊന്നും വീട്ടുകാർ വന്നില്ല. ഹോസ്പിറ്റലായ സമയത്ത് വീട്ടുകാർ വന്നു. ഞാനിവരെ വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ ആരുടെ കയ്യിലൊക്കെയാണ്. പിന്നെ ഇവരാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം. അപ്പം മനുഷ്യൻ്റെ കുറേ കസിൻസ് അവിടെ വരുന്നു. പിന്നെ ആദ്യമേ മലയാറ്റൂരിലുള്ള ഓരോ ആൾക്കാരൊക്കെ വന്നു. ഇപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ ഏകദേശം 1,00,000 സംതിങ് ബില്ലായെന്ന് പറഞ്ഞപ്പോൾ തന്നെ പതിയെ അവരെല്ലാവരും വലിയാൻ തുടങ്ങി. കാര്യം നമ്മളൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല നോക്കണം, നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുവന്നുള്ളത്. നമുക്ക് ഒരാളുടെ ജീവനാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറയാം, എന്നെ പോലുള്ളവർക്ക് എനിക്ക് നിവൃത്തിയൊന്നുമില്ല. ഞാൻ കഴിയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ സഹായിക്കുന്ന വെച്ചാണ് ഞങ്ങൾ മുമ്പോട്ടെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുന്നുള്ള ലെവലിലല്ലോ നമ്മളാരും ജീവിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉള്ളതാണ് 3000 രൂപ. അവരത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ എന്നെ ഇത് ചെയ്തു. പക്ഷേ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയില്ല. എൻ്റെ ഒന്നുമില്ല. ഷാൻചേട്ടാനെ വിളിക്കുന്നു, അവരെല്ലാം വിളിച്ച്. ഇപ്പോൾ അവരെല്ലാം വന്നപ്പോൾ പിന്നെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാരെ വിളിച്ചു. അനുശേഷിയാണ് ഇങ്ങനെ ഇവരെല്ലാം വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്നു. അവരൊക്കെ വന്നതിന് ശേഷമാണ് ഇതിൽ ഫാസ്റ്റ് ആയി തുടങ്ങുന്നത്. ഇത് ചേട്ടായി വീഴുന്നതിന് മുമ്പ് കാണുന്നത് താടിയൊക്കെ വെച്ച് നല്ല കിടുവായിട്ടിരിക്കുന്ന ഒരു ചേട്ടാനെ കണ്ടിട്ട് പെട്ടെന്ന്
ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ പോലെ ഇവിടെ എല്ലാം വടിച്ച് എല്ലാം കഴിഞ്ഞ് അങ്ങനെ എനിക്കൊന്നും അത് കാണാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ എന്നാ ചെയ്യുന്ന എനിക്കല്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുമായിരുന്നു. കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി. എൻ്റെ തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം മുമ്പോട്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യം എനിക്ക് അറിയത്തില്ലാതായിപ്പോയായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ മനുഷ്യരുടെ ഭയങ്കര ഡിപ്പെൻഡ് പേഴ്സണാണ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഫേസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ എനിക്കറിയില്ലായിരുന്നു ഞാൻ അവിടെ എന്നാ ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നേന്ന് തൊട്ട് എന്തൊക്കെയോ ഞാൻ ചെയ്തു. ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ അത്ര പേരുണ്ടായിട്ട് പോലും ഒന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒന്നിനും ആരും ഇല്ലായിരുന്നു. അങ്ങനെയാണ് എന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. എൻ്റെ ചേട്ടയുടെ ചാരം പോലും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക്. പിന്നെന്താ കാര്യം, മരിച്ചതിന് ശേഷം മനുവിൻ്റെ ബോഡി കിട്ടുന്നതായിട്ട് നിറയെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അതായത് അവിടുന്ന് മനുഷ്യൻ്റെ ചേട്ടനൊക്കെ വന്നു. ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആർമി വന്നപ്പോൾ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബോഡി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം, പൈസ നിങ്ങൾ അടയ്ക്കണം. ആ ഒരു ടോക്കിങ് ഉണ്ടായത്. ഇതേപോലെ പൈസ അടയ്ക്കാൻ വേണ്ടി എൻ്റെ അമ്മ കുറച്ച് പൈസ തന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ശ്രുതി, നമ്മുടെ ദയ, ഗായത്രി അവരൊക്കെ കൂടി കുറച്ച് ക്യാഷ് തന്നു. LGBT കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ആൾക്കാർ ഒരു കുറച്ച് ക്യാഷ് തന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളുടെ കയ്യിൽ അന്നുള്ളത് ഒരു 30,000 രൂപ എടുത്തിട്ടേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല കയ്യിൽ. ഹോസ്പിറ്റലിൽ ബില്ല് അടയ്ക്കണം, ഇവർ ബോഡി കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കണം, അമ്മ ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു എനിക്കെന്ന് വെച്ചാൽ ഒരു 2 വീലർ വണ്ടിയുണ്ട്. ആ വണ്ടി അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് പൈസ കിട്ടുമെന്ന് വെച്ചാൽ അതും തരത്തില്ല. എനിക്ക് വേറൊരു വഴിയില്ല. എൻ്റെ അമ്മയ്ക്ക് തരാൻ പറ്റുന്ന പൈസ അമ്മ തന്നു. അപ്പോൾ ഇവരോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവർ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിൽ ആൾക്കാരെല്ലാവരും കോൺടാക്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ക്യാഷ് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥ ഇവർക്ക് ബേസിക്കലി മനസ്സിലായിരുന്നു. ഇവർ ഓൾറെഡി എല്ലാ ആൾക്കാരെയും വിട്ട് അന്വേഷിപ്പിച്ച് അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യത്വപരമല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറിയത്. ഞാൻ എല്ലാവരെക്കുറിച്ചും പറയുന്നില്ല. അതിൽ ആൾക്കാരെങ്ങനെ കളിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്ക് അറിയാം. ഹോസ്പിറ്റലിലെ CCTV ദൃശ്യത്തിലുണ്ട്. അതുപോലെ തന്നെ അവരെ കോൾ വിളിച്ചിട്ടുണ്ട്. കോൾ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ഉണ്ട്, റെക്കോർഡുണ്ട് കയ്യിൽ. ലാസ്റ്റ് അവർ സംസാരിച്ച റെക്കോർഡ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. എന്താണെന്നുള്ളൊരു കാര്യം അങ്ങനെയുള്ളൊരു എന്താ പറയണ്ടേ, ഞാൻ ഒരിക്കലും കുടുംബത്തിനെ കുറ്റം പറയില്ല കേട്ടോ. കാര്യം അവർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ കൂട്ടത്തിൽ നിന്ന് കുറേ ആൾക്കാർ കളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കുറേ സംഭവം ഉണ്ടായത്. അങ്ങനെ ബില്ലടയ്ക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ട് അവരപ്പം തന്നെ തിരിച്ച് കണ്ണൂർക്ക് പോയി. ബോഡി എനിക്കും കിട്ടത്തില്ല, വീട്ടുകാർ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇത് അൺക്ലെയിംഡ് ബോഡി ആകും എന്നുള്ള കാര്യം സംഭവം പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇതൊരു മെഡിക്കൽ കോളേജിന് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇതിനുള്ള സംഭവം? ഇത്ര നാൾ ഞാൻ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എൻ്റെ മനുഷ്യട്ടാനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർക്കോ വേണ്ട. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ അതിനുശേഷം നമ്മുടെ അഡ്വക്കേറ്റ് ചേച്ചി പത്മ ചേച്ചി വന്നു. പിന്നെ കുറേ ആൾക്കാർ ഇടപെട്ട് തുടങ്ങി. പിന്നെ പോലീസുകാർ വന്നു. പോലീസുകാർ പിന്നെ ഇവരെ വിളിച്ചു. പിന്നെ കോടതിയിൽ കേസ് കൊടുത്തു. അങ്ങനെ പിന്നെ ആ 2 ദിവസം കോടതിയുടെ പുറകെയായിരുന്നു. എനിക്ക് എൻ്റെ മനുഷ്യനെ സത്യം പറഞ്ഞാൽ ഒന്ന് കാണാൻ വേണ്ടി ചോദിന് പറ്റിയിട്ടില്ല. ലാസ്റ്റിൻ്റെ മനുഷ്യടേക്ക് എനിക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. ആ അവസ്ഥ ആലോചിച്ചു എനിക്ക്. മനുഷ്യൻ്റെ മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിരിക്കുന്ന സമയത്ത് ഞാൻ കോടതിക്കുള്ളിൽ നിൽക്കുക. ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ അനുഭവിച്ചിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാര്യം ഒരു 12 വയസ്സ് തൊട്ട് അനുഭവിക്കാൻ തുടങ്ങി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അതിപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നത്. പിന്നെ കുറേ പൊതുസമൂഹം കൂടെ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിൽ പുറകെ നമ്മളെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുമ്പം സഹിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, ആദ്യം എന്ന് പറയുന്ന സംഭവം എൻ്റെ മുമ്പിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല വട്ടങ്ങളും അതെ. ഞാനിപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ വെറുതെ കണ്ണിൽ കൂടെ വെള്ളം വരും. ഞാൻ ബസ്സിൽ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കും, അല്ലെങ്കിൽ റൂമിൽ ഇരിക്കുകയാണെങ്കിലും സംസാരിക്കും. ഇപ്പം അനിയൻ റൂമിലുണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇൻവോൾവ് ആവുള്ളൂ. ഇവൻ എന്നോടൊന്ന് സംസാരിക്കാനായിട്ടോ അല്ലെ. എൻ്റെ അമ്മ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ ഇപ്പോൾ ഒരു പീക്ക് ലെവൽ ഭയങ്കര മോശമാണ്. ഈ സമയത്ത് എൻ്റെ കൂടെ ആരുമില്ല, ഒരു ഒറ്റ മനുഷ്യരില്ല എൻ്റെ കൂടെ. ഇപ്പം ഞാൻ പറയാം, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന അമ്മയാണേലും അല്ല അച്ഛനാണേലും മോനെ സാരമില്ല എന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ട്, ഓക്കെ കുഴപ്പമില്ല. ഇത് പക്ഷെ അങ്ങനല്ല, ഒരൊറ്റ മനുഷ്യരില്ല കൂടെ. അപ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം എന്നാന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു ഭാരമാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്ന കുണ്ടൻ ചത്തു ആ ഒരു ലെവലേ ഉള്ളൂ. ഒരു മനുഷ്യരെന്നുള്ളൊരു പരിഗണനയില്ല ഒരാൾക്കും.
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കരഞ്ഞു പോവും. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ പറഞ്ഞല്ലോ, പൊതുസമൂഹത്തിൽ ചില ആളുകൾ അങ്ങനെയാണ്. അത് ജെബിന് ഉൾക്കൊള്ളണം. ഞാൻ പറയട്ടെ, ഇപ്പൊ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, ഓക്കെ ഞാൻ സമ്മതിച്ചു. ഇവർ അപ്പനോ ഇവർ അമ്മയോ ഇവരാരും മരിക്കുകയല്ലേ? ഇവരെല്ലാം ചിരഞ്ജീവിയായിട്ട് ജീവിക്കുമോ? ഒരു മനുഷ്യനല്ലേ, അവന് ഈ ഭൂമിയിൽ എത്ര നാൾ ആയുസ്സുണ്ടെന്നുള്ള കാര്യം നമുക്ക് മരണത്തെ മാത്രം നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റത്തില്ല. എന്തു വന്നാലും പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ കാര്യം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം. ഈ ഒരു കാര്യം മാത്രം എന്തായാലും പറ്റില്ല. ഈ സംഭവം മനുഷ്യരുടെ വീണെന്ന് അറിഞ്ഞ് അന്നത്തെ ദിവസം തൊട്ട് ഞാൻ പറയുന്നുണ്ട്, ഇതെല്ലാവരും അറിയിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ കൊന്നുള്ള ലെവലിൽ വരും. ഞാൻ അന്നത്തെ ദിവസം തൊട്ട് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടുകാരോടും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരോടും ഞാൻ പറഞ്ഞു. എന്നോട് എല്ലാവരും പറഞ്ഞത് ഇപ്പം പറയണ്ട. എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ അന്നത്തെ ദിവസം ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നതല്ലാതെ എൻ്റെ എല്ലാ കാര്യം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അവരാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പേഴ്സണലായിട്ട്. ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഇപ്പം മനുഷ്യൻ്റെ വീട്ടിലോട്ടായാലും ഞാൻ വിളിച്ച് സംസാരിക്കും. എൻ്റെ ഏറ്റവും കൂടുതൽ വിഷമം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരിത്രയും ബാഡായിട്ടുള്ള ഒരു സംഭവം ചിന്തിക്കാനുള്ള ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഈ സമയത്ത് ആലോചിച്ചു, ഞാൻ മരിക്കുമായിരുന്നെങ്കിൽ ഇത്ര ഒരു പ്രശ്നം എൻ്റെ മനുഷ്യടേക്ക് ഉണ്ടാകത്തില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. എന്നെ എന്തായാലും ഓക്കെ ശരിയാണ്, ഞാനിങ്ങനെ ഒരു ഗേ വിവാഹം ചെയ്തുകൊണ്ട് ഒരിക്കലും എന്നെ പള്ളിയിൽ അംഗീകരിക്കുകയില്ലായിരിക്കും, എന്നെ പള്ളിയിൽ അടക്കുകയില്ലായിരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നെ കൊണ്ട് അടക്കും. അത് ദഹിപ്പിക്കുമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, ഉറപ്പാണ്, എനിക്കത് 100%. പക്ഷേ എന്നെ മനുഷ്യേട്ടാ അല്ലായിരുന്നു പോകേണ്ടത്, ഞാനായിരുന്നു പോകേണ്ടത്. കാര്യം എന്നെ മനുഷ്യേട്ടായി കുറച്ചും കൂടെ മനുഷ്യൻ്റെ അമ്മേനെ ആയാലും നോക്കായിരുന്നു. അത് വയ്യാതിരിക്കുന്ന ഒരാൾ, അച്ഛനായാലും അവരുടെ പ്രായ ആൾക്കാരാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഭൂമി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യം എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട. അതുപോലെ തന്നെ വീട്ടുകാർ സ്വന്തം അനിയും ചോദിച്ചാണ്, രണ്ടാമത്തവൻ ചോദിച്ചാണ്, എൻ്റെ തൊട്ടുപാടുള്ളവൻ ഇനിയെപ്പോൾ എൻ്റെ രണ്ടാമത്തെ കല്യാണം എന്നുള്ള കാര്യം. അത്രയും ഇതായിട്ടുള്ള സൊസൈറ്റി കൂടെയാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് എനിക്ക് വീട്ടിൽ പോയി നിന്നുകൂടെ? ഏത് വീട്ടിൽ പോയി നിൽക്കണം? ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ വീട്ടിൽ പോയി നിൽക്കണോ? ഞാൻ എവിടെ പോയി നിൽക്കും? പിന്നെ ഇവിടുന്ന് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറുന്ന കാര്യം പറഞ്ഞു. കുറേ വീട്ടിൽ ഞാൻ പോയി ചോദിച്ചു വീടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞേ, ഇങ്ങനെ മരിച്ച ആളെ നിർത്താൻ പറ്റത്തില്ല, നീ ഇങ്ങനെ ചെയ്യുമോ എന്നവർക്കറിയില്ല. ഓക്കെ, ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടിടാം. അവിടെ എല്ലാം കൊണ്ടിട്ടിട്ട് ഞാൻ ഏതെങ്കിലും ജെൻസ് ഹോസ്റ്റലിൽ കയറി നിൽക്കാം. അവിടെ ഞാൻ എനിക്കവിടെ കയറാൻ പറ്റത്തില്ല. ഞാൻ എന്താ ഇപ്പം ചെയ്യണ്ടേ? ഞാൻ എന്താ ചെയ്യും? ഞാൻ എങ്ങനെ ജീവിക്കും പറ? അപ്പം ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യനാണ്. ചെയ്യാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ. എല്ലാവരും പറയും മൂവ് ഓൺ ചെയ്യണമെന്ന്. പക്ഷെ പറ്റണ്ടേ മൂവ് ഓൺ ചെയ്യാൻ? ഒരു മനുഷ്യൻ സംസാരിക്കാനോട് എടുക്കാനോടെ കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഞാൻ മനുഷ്യേട്ടാ എന്ന് പറഞ്ഞ് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എൻ്റെ 19 വയസ്സ് തൊട്ട് മനുഷ്യേട്ടൻ്റെ കൂടെ ജീവിക്കണേ. എൻ്റെ അമ്മയായിട്ടും എൻ്റെ അപ്പനായിട്ടും എൻ്റെ ചേട്ടായായിട്ടും എൻ്റെ ഹസ്ബൻഡായിട്ടും എല്ലാം നിന്നുകൊണ്ടിരുന്ന എൻ്റെ ചേട്ടായ. അവിടെ ഞാൻ വേറെ ഒരാളെ എൻ്റെ ഇത്ര നാളത്തെ ഇടയ്ക്ക് ഞാൻ വേറെ ആളെ എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ഒറ്റപ്പെട്ട് ജീവിക്കും. ഇപ്പോൾ ഒന്നുമില്ലാത്ത ലെവലിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ഒച്ചതി കാരണമെന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. പക്ഷെ പോകുമ്പോൾ എവിടെ ചെന്നാലും എന്നെ ആൾക്കാരൊരു എന്താ പറയണ്ടേ, ഒരു അത്രയും ഇതുപോലെ ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ അവസ്ഥ അത്രയും ഭയങ്കര തകർന്നിരിക്കുകയാണ്. ആ ഒരു ലെവലിൽ കൂടെ ഞാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും ഇതുങ്ങൾ എൻ്റെ അമ്മയുള്ള കാരണമാണ് ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചു പോകണേ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് ജോലിക്ക് പൊക്കൂടെ, ജോലിയുടെ കാര്യം നോക്കിക്കൂടെ? മെൻ്റലി ഞാൻ സ്റ്റേബിൾ അല്ല. ഒരു ജോബ് വരുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള സ്റ്റേബിലിറ്റി എനിക്ക് ഇപ്പോഴും ഇല്ല. കുറേ പേര് പറഞ്ഞു നമുക്ക് കൗൺസിലിങ്ങിന് പോകാം, അങ്ങനെ പോകാം. ഓക്കെ, ഞാൻ കൗൺസിലിംഗ് പോകാൻ റെഡിയാണ്. പറച്ചിലുണ്ട് ആൾക്കാരെല്ലാവരും വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ ആൾക്കാരും കുറേ പേര് പറയാൻ വേണ്ടിയുണ്ട്. ഫോൺ വിളിച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കും. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇഷ്ടമില്ല ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആൾക്കാർ വന്നിട്ട് നമ്മൾ ഭയങ്കര ഉപദേശമാണ്, അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, നീ എവിടെയെങ്കിലും യാത്ര പോകണം, വെറുതെ ആഹാരം കഴിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കാതെ നീ യാത്രയ്ക്ക് പോകാൻ വേണ്ടി എന്നോട് പറയണം. ഇപ്പോൾ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇതുമില്ല. മരിക്കുന്നതിന് മുമ്പ് വരെ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛയും ചേട്ടായൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ഈ മരണം കൊണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു കല്യാണം കഴിച്ചതോ? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മരണത്തിന് മുന്നേ വീട്ടുകാരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. 2 വീട്ടുകാർ? 2 വീട്ടുകാരായിട്ട്. പിന്നെ എങ്ങനെയാണ് മനുവിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് പറഞ്ഞപ്പോൾ അവർക്ക്? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അവരത്രയും നാൾ മീൻസ്
കള്ളത്തരം കാണിച്ചിട്ടുള്ള രീതിയിലല്ലേ സ്നേഹിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചോദിക്കണേ. ഇത്രയും ദിവസമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന മനുഷ്യട്ടായും ഞാനുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്ന സമയത്ത് മനുഷ്യനെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മനുഷ്യൻ്റെ കൂട്ടുകാരന്മാരുൾപ്പെടെ അത്രയും ദിവസം മനുഷ്യട്ടായിട്ട് സംസാരിക്കുകയും എന്താ പറയണ്ടേ അവരുടെ നാട്ടിലെ ആൾക്കാർ അവർ വന്നിട്ട് ഇതുണ്ടോ മരിച്ചു മനുവിൻ്റെ നാട്ടിലുള്ളതാണ് ഞാൻ ഇന്ന് വെളുപ്പിനെയാണ് മരിച്ചത് എന്ന് പറഞ്ഞ് ഇവരിതൊന്നും അറിയാതെ അവിടെ നിന്ന് കുറേ കമൻറ്റ് ഇട്ടേക്കുന്നു. മനുഷ്യനെ നിന്റെ ഇച്ഛ അല്ലായിരുന്നോ നീ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ടിട്ട് പോയേ നീ പരിപാടി നിർത്തിയിട്ട് നീ ഇപ്പോൾ പാലത്തിനടി മനുവിനെ ഹോസ്പിറ്റലിൽ കിടക്കുക നീ ഇപ്പോൾ കളമശ്ശേരി പാലത്തിനടി പോയി നിൽക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കൂട്ടുകാരന്മാരിട്ടേക്കുന്ന കമൻസാണ് ഇതൊക്കെ. തലേദിവസം വൈകിട്ട് വരെ അല്ലെങ്കിൽ ആ ഒരാഴ്ച വരെ ചാറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ ഇങ്ങനെ മെസ്സേജ് ഇട്ടേക്കുന്നത്. ഇവരൊക്കെ മനസ്സാക്ഷി അപ്പം മനുഷ്യരുടെ ഉണ്ടായിരുന്നപ്പോൾ ഇവർക്കൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഇതിലെന്താ അർത്ഥം? അപ്പോൾ മനുവിനെ എങ്ങനെ അവർ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, അവർ വീട്ടുകാരെങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്? എല്ലാവരും കള്ളത്തരങ്ങൾ കാണിച്ചിട്ട്. ഞാൻ പറയുകയാണെ എൻ്റെ ജസീമ അല്ലാതെ വേറെ ആൾക്കാരും ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതെനിക്ക് ഈ ഒരു മരണം കൊണ്ട് മനസ്സിലായി. കാര്യം മനുഷ്യട്ടായി മരിച്ചു എന്ന് പറഞ്ഞ അതായത് രാത്രി ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്കുന്ന ഏകദേശം അന്ന് രാത്രി ആ മനുഷ്യട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂറാണ് മാറി നിൽക്കുന്നത്. കാര്യം അത്ര ദിവസമായിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല, കുളിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് അത്രയും സമയത്തിലാണ് ഞാൻ മാറി നിൽക്കണത്. ആ മാറി നിൽക്കുന്ന ടൈമിലാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞൊപ്പിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ ഹോസ്പിറ്റലിൽ ഇവർ നിൽക്കുന്നുണ്ട്, ഇവർ ആൾക്കാർ ആരൊക്കെയുണ്ട് നമുക്കറിയില്ല. ഇവരൊരുമാതിരി എന്താ പറയണ്ടേ ഹൈഡ് ആൻഡ് സീക്ക് പോലെ മാറി മറിച്ച് ഒളിച്ച് നിന്നിട്ടുള്ള പരിപാടിയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. 1 മണിക്കൂർ മാറി നിന്നതിന് ഇവരെല്ലാം പറഞ്ഞ് ഞാൻ മനുവിനെ ഇട്ടയച്ചിട്ട് പോയി പിന്നെ അങ്ങനെ ഇത് ഇങ്ങനെ എന്നൊക്കെ ഉള്ളവർ. വീട്ടുകാർ വരാതെ നമുക്ക് ബോഡി വിട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ പോലീസ് മീൻസ് കോർട്ടിൽ നിന്ന് ഇത് കിട്ടാതെ എനിക്ക് ബോഡി തരത്തില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ആ തറയെ കിടക്കുക. ഞാൻ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ എന്നിട്ട് പറഞ്ഞ് മനുഷ്യൻ്റെ ബോഡി വിട്ടൊക്കെ ഇത്ര 1,00,000 സംതിങ് രൂപ പിരിഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ അത് കിട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഞാൻ എൻ്റെ കിഡ്നി ഞാൻ അവിടെ പറഞ്ഞു എല്ലാവരോടും എനിക്കിപ്പോൾ വേറെ വഴിയില്ല, എന്നെ വേണം ചെക്ക് ചെയ്യുമോ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ എടുത്തിട്ട് എൻ്റെ മനുഷ്യനെ വിട്ട് തന്നാൽ മതി ഞാൻ പറഞ്ഞു.